മാർപ്പാപ്പ ഇനിയും അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ എല്ലാമാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ വരുന്ന അതിൻ്റെ ആദ്യത്തെ ഒരു വിശദീകരണം, നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികൾ പാപ്പ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. അദ്ദേഹമായി ഒരു പ്രതിസന്ധിയും ഇപ്പോൾ സഭയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. സഭയിൽ ഒരു നിലനിൽക്കുന്ന ചില വിഷയങ്ങളെ പിതാവ് എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിലാണല്ലോ ഈ ഭാരം വന്നിരിക്കുക. പക്വമായ രീതിയിൽ അദ്ദേഹം ഇക്കാര്യങ്ങളെ കാണും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പരിശോധിക്കുമ്പോൾ പത്രോസിൻ്റെ പിൻഗാമിക്ക് മുൻപിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നു എന്ന പൗലോസ്ലീഹായുടെ ആ വലിയ കൃത്യമായ ഒരു സ്വയം പരിചയപ്പെടുത്തൽ നിരന്തരമായി ആവശ്യമാണ്. വിശുദ്ധ പത്രോസ് മുതൽ പത്രോസിൻ്റെ പകരക്കാർ നാളിതുവരെയുമുള്ള 266 പകരക്കാർ ഓരോ കാലഘട്ടത്തിലും എന്താണ് ചെയ്തത് എന്നത് സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിക്കേണ്ടത് ഉണ്ട്. ഈ കാലഘട്ടങ്ങളിലെ പത്രോസിൻ്റെ പകരക്കാരനോട് വിശ്വാസ സമൂഹം, സഭ, സാർവത്രിക സഭ, അത് പാശ്ചാത്യവും പൗരസ്ത്യവും അല്ലെങ്കിൽ വിവിധ പ്രത്യേകതകളുള്ളതുമായ എല്ലാ തലങ്ങളിലുമുള്ള ആ ഒരു സഭ, ആ സഭ എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് സംഭാഷണത്തിലേർപ്പെട്ടത് എന്നുള്ളതും പഠിക്കുമ്പോൾ വിവിധ വിഷയങ്ങളിൽ ഒരു ദൈവഹിതം തിരിച്ചറിയുന്നതിന് സാധിക്കും. സഭയുടെ പ്രബോധനങ്ങൾ എന്നത് ഒരാളിൽ മാത്രം രൂപപ്പെട്ടിരിക്കുന്നതല്ലല്ലോ. സഭയുടെ പ്രബോധനങ്ങൾ അത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ സാധൂകരണം ഒരു വ്യക്തിയിൽ ഒരുപക്ഷെ തുടങ്ങിയാലും അതൊരു സമൂഹത്തിലാണ് പൂർത്തീകരിക്കപ്പെടുക. നമ്മൾ സാർവത്രികമായ സുന്നതദോസ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഒരു വിഷയം കർത്താവിനും ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും അങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് പറയുന്നതാണ് സഭയുടെ കൗൺസിൽ രീതികൾ. ജെറുസലേം കൗൺസിൽ തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ള സഭയിലെ എല്ലാ കൗൺസിലുകളുടെയും എല്ലാ സുന്നതദോസുകളുടെയും അടിസ്ഥാനപരമായ പ്രബോധനത്തിൻ്റെ മർമ്മം അതാണ്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ഒരാലോചനയുടെയും ഒരു പാർലമെൻറ്റിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീരുമാനപ്രകാരമുള്ള ഒരു സമീപനം അല്ല. ചർച്ച് ഈസ് നോട്ട് എ പാർലമെൻറ്റ്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള വിവിധ സമിതികൾ സഭയിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് നമ്മൾ കൊളേജിയാലിറ്റി, സംഘാതാത്മകത എന്ന പ്രത്യേകമായ ഒരു സിദ്ധി, ഒരു സുഹൃതം. അത് ദൈവ ആത്മാവിനോട് ചേർന്ന് നിന്ന് ഒരു കൂട്ടമായി, ഒരു കൂട്ടായ്മയായി ആലോചിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയാണ് സഭയുടെ പ്രബോധനങ്ങളിലെല്ലാം വ്യക്തത എപ്പോഴും വന്നിട്ടുള്ളത്. ചില കാര്യങ്ങൾ നിരാകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചിലത് ഭാഷണ്ഡതയായി സഭയ്ക്ക് ഹിതകരമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഈ മർമ്മത്തിൽ ചേർന്ന് നിന്നുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു അത് സഭാ സമൂഹത്തിന് മുഴുവൻ പ്രയോജനം ചെയ്യില്ല, സഭാ പ്രവർത്തനത്തിനും സഭാ പഠനത്തിനും അത് എതിരായിട്ടുള്ളതാണ് എന്ന്. അങ്ങനെ പറയുവാൻ സാധിക്കുന്നത് ഒരാലോചനയുടെ അതിലെ കൃത്യമായ ഒരു തിരിച്ചറിവിലെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ പത്രോസിൻ്റെ പിൻഗാമി തീർച്ചയായും ഈ കാര്യങ്ങളിൽ ഒരാലോചന തേടുമ്പോൾ ലഭിക്കുന്നത് ഈ തിരിച്ചറിവിൻ്റെ ഒരു പുണ്യം കൂടിയാണ്. അങ്ങനെയാണ് ഇത് സഭയ്ക്ക് ആവശ്യമാണോ അല്ലയോ എന്ന്. നമ്മുടെ മുൻപിലുള്ള ഏതാനും പേരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയല്ല പത്രോസിൻ്റെ ശുശ്രൂഷയും ശ്ലീഹന്മാരുടെ ശുശ്രൂഷയും. അവരെന്ത് വിചാരിക്കുമെന്നോ ലോകം നമ്മെക്കുറിച്ച് എന്ത് കരുതുമെന്നോ ഉള്ള ഒരു മാനദണ്ഡത്തിലായിരുന്നുവെങ്കിൽ ക്രിസ്തു ചരിത്രം, സഭയുടെ ചരിത്രം ഇതിനേക്കാൾ ഒരുപക്ഷെ വളരെ വികലമാകുമായിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടത്തിലുണ്ടായ വിശ്വാസത്തിൽ വിപരീതമായി തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് കൗൺസിലുകൾ സഭയുടെ അധ്യക്ഷൻ്റെ ഒപ്പം നിന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇതാണ് എന്ന് ഓരോ പ്രബോധനവും നൽകിയതാണല്ലോ സാർവത്രിക കൗൺസിലുകൾ. അതിൻ്റെ
ഏറ്റവും ഒടുവിലത്തെ രൂപമാണ് ഇതിൻ്റെ സിനഡ് ഓഫ് ബിഷപ്സ്. ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള കൂട്ടായ്മ, അതിൻ്റെ കൊളേജിയാലിറ്റി, സംഘാതാത്മകത ഈ കാര്യത്തിൽ വളരെയേറെ പരിശുദ്ധ പിതാവിനെ സഹായിക്കും. സഭയിൽ അൽമായർ ഉൾപ്പെടുന്ന മറ്റനേകം സമിതികൾ നിലവിലുണ്ട്. അത് ആവശ്യമാണ്, അത് നിർബന്ധവുമാണ്. എന്നാൽ അത് അതിൻ്റെതായ ഓരോ തലത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊരു പാർലമെൻറ്റ് എന്ന നിലയിൽ ഭൂരിപക്ഷം പേരെന്ത് പറയുന്നു, ന്യൂനപക്ഷം പേരെന്ത് പറയുന്നു എന്നുള്ളതല്ല. ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് അതാണ് ദൈവഹിതം എന്ന് പറയുവാൻ നമുക്ക് ചില കേസുകളിലെങ്കിലും സാധിക്കില്ലല്ലോ. ആരവമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ് എപ്പോഴും ദൈവഹിതം തിരിച്ചറിയുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള പക്വമായ നടപടികൾ പരിശുദ്ധ പിതാവിൻ്റെ ശുശ്രൂഷയിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി ഞാൻ കാണുന്നു. അദ്ദേഹം അങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്ന് പത്രോസിൻ്റെ പകരക്കാരനോട് നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല. നിൻ്റെ സഹോദരന്മാരെ നീ ഉറപ്പിക്കുക, കൺഫേം യുവർ ബ്രദേഴ്സ് എന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് പഠിപ്പിച്ച കാര്യം അത് പത്രോസിന് ഉള്ള പ്രത്യേക നിയോഗമാണ്. ലോകത്തിൻ്റെ വിവിധ യാഥാർത്ഥ്യങ്ങളോട് പരിശുദ്ധ പിതാവ് സംവേദിക്കേണ്ടി വരും. നമ്മളുടെ കത്തോലിക്ക സഭാ വിശ്വാസവുമായി ഏറ്റവും അടുപ്പമുള്ള കുർബാനയോട്, കൂദാശകളോട് ഏറ്റവും അടുപ്പമുള്ള നമ്മളുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായി, കത്തോലിക്ക സഭയുമായി, കുർബാന കൂട്ടായ്മയില്ലാത്ത സഭകളുമായി നമുക്കടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധ പിതാവിന് ധാർമ്മികമായ ഒരു കടമയുണ്ട്. അത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഉത്ത് ഊനും സിന്ത് എന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പത്രോസിൻ്റെ പരമാധികാര ശുശ്രൂഷയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഞാൻ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവരോട് ചർച്ച ചെയ്യുവാൻ, മറ്റ് സഭകളോട് ചർച്ച ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളുമായി, വിവിധ ഡിനോമിനേഷൻസ്, വിവിധ ഘടകങ്ങളുമായിട്ട് ഈ ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമായി. മറ്റ് വിശ്വാസ സമൂഹങ്ങളുമായി, അതായത് റിലീജിയസ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റീസ്, വിശ്വാസത്തിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുന്നത് ക്രൈസ്തവ സഭാ സമൂഹങ്ങളുമായിട്ടാണ്. എന്നാൽ മറ്റ് നമ്മളുടെ മതാന്തര സംഭാഷണങ്ങൾ, മതാന്തര സമൂഹങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ, നന്മ ചെയ്യുന്നതിന്, സമാധാനം ഉറപ്പിക്കുന്നതിന്, മനുഷ്യന് ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് മറ്റ് മതങ്ങളിലെ ആളുകളുമായി ചേർന്ന് നിന്ന് സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കടമയുണ്ട് ലോകത്തിൻ്റെ സമാധാന ആചാര്യന്.